അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയിൽ എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരും, അതിൻ്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കാണുകയാണെങ്കിൽ അതനുസരിച്ച് പഠിക്കുകയും ചെയ്താൽ തീർച്ചയായും 80% മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതുപോലെ പരീക്ഷാ സംബന്ധമായ കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വിഷയത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഒരുപാട് ചിത്രങ്ങൾ ഇതുപോലെ തന്നിട്ടുണ്ടാകും. ഇത്രയും ചിത്രങ്ങളില്ലെങ്കിലും 4 ചിത്രങ്ങൾ തീർച്ചയായും ഉണ്ടാകും. ഈ ചിത്രങ്ങൾ തന്നതിന് ശേഷം അതിന് മുകളിൽ മാ ഹാദിഹി, മാ ഹാദ, ഇതെന്താണ് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അതിൻ്റെ ഉത്തരങ്ങളാണ് താഴെ എഴുതി കൊടുക്കേണ്ടത്. അതിനുള്ള സ്പേസ് അവിടെ ഉണ്ടാകും. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു പൂ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മാ ഹാദിഹി എന്ന് ചോദിച്ചിട്ടുണ്ട്. റോസാപ്പൂവിന് എന്താണ് പറയുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർദ്ധത്തുൻ എന്നാണ്. വർദ്ധത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ഹാത്താ, അതാണ് മാ ഹാദിഹി എന്ന് ചോദിക്കാനുള്ള കാരണം. അല്ലെങ്കിൽ മാ ഹാദ എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ ഉത്തരം എഴുതേണ്ടത് ഹാദിഹി വർദ്ധത്തുൻ, ഇത് റോസാപ്പൂ ആകുന്നു. രണ്ടാമത്തെ ചിത്രം നോക്കൂ. അവിടെ ഒരു കപ്പലാണുള്ളത്. കപ്പലിൻ്റെ അറബി പദം നമുക്കറിയാം, സഫീനത്തുൻ എന്നാണ്. അതുകൊണ്ട് മാ ഹാദിഹി എന്ന് ചോദിച്ചാൽ ഹാദിഹി സഫീനത്തുൻ എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ഇനി അടുത്ത മൂന്നാമത്തെ ചിത്രം നോക്കാം. അവിടെയുള്ളത് തേങ്ങയാണ്. തേങ്ങയുടെ അറബി നാറജീലുൻ എന്നാണ്. അവിടെ മാ ഹാദ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ആൻസർ എഴുതേണ്ടത് ഹാദ നാറജീലുൻ. അടുത്തതൊരു കാറാണ്. കാറിന് മാ ഹാദിഹി, ഇതെന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, കാറ് എന്നുള്ളത് അവസാനത്തിൽ ഹാത്ത ഉള്ള ഒരു പദമാണ്. അതിൻ്റെ ഉത്തരം ഇതാണ് ഹാദിഹി സയ്യാറത്തുൻ, ഇത് കാറാകുന്നു. ഇനി അടുത്തത് ഒരു സ്ലേറ്റാണ്. സ്ലേറ്റ് ചോദ്യം ഇതാണ്, മാ ഹാദ, വാട്ട് ഈസ് ദിസ്, ഇത് എന്താണ്? അതിൻ്റെ ആൻസർ ഉത്തരം ഇതാണ് ഹാദ ലൗഹൻ, ഇത് സ്ലേറ്റ് ആകുന്നു. അടുത്തത് മാ ഹാദിഹി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം ഹാദിഹി സഹ്റത്തുൻ. പിന്നെയുള്ളതൊരു പെൻസിലാണ്. പെൻസിലിന് എന്താണ് പറയുക എന്ന് നമുക്കറിയാം, മിർസമുൻ എന്നാണ് പെൻസിലിന് പറയുക. അപ്പോൾ മാ ഹാദ എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം എഴുതേണ്ടത് ഹാദ മിർസമുൻ, ഇത് പെൻസിലാകുന്നു. പിന്നെയുള്ള ചിത്രം നോക്കാം. അതിൽ ഒരു മുട്ടയാണ് കാണുന്നത്. മുട്ടക്ക് അവിടെ മുകളിൽ ചോദ്യം കൊടുത്തിട്ടുണ്ട്, മാ ഹാദിഹി, ഇത് എന്താകുന്നു? അപ്പോൾ നമ്മൾ മുട്ടയുടെ അറബി പഠിച്ചത് ബൈലത്തുൻ എന്നാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് ഹാദിഹി ബൈലത്തുൻ, ഇത് മുട്ടയാകുന്നു. ഇനി അടുത്ത ചിത്രം നോക്കാം. അതിലുള്ളതൊരു സൈക്കിളാണ്. സൈക്കിളിൻ്റെ അറബി 5ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു ദർറാജത്തുൻ എന്നാണ്. അതിൻ്റെ ഹെഡിങ് തന്നെ ദർറാജത്തുൻ എന്നായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് മനസ്സിൽ നിൽക്കും. അപ്പോൾ ഉത്തരം എഴുതേണ്ടത് ഇങ്ങനെയാണ്, ഹാദിഹി ദർറാജത്തുൻ, ഇത് സൈക്കിളാകുന്നു. ഇനി അടുത്തൊരു ചോദ്യം, മാ ഹാദിഹി, ഇത് എന്താകുന്നു? ഇതൊരു കൊട്ടയാണ്. കൊട്ടക്ക് നമ്മൾ പഠിച്ചത് സല്ലത്തുൻ എന്നാണ്. അപ്പോൾ ഉത്തരം എഴുതേണ്ടത് ഹാദിഹി സല്ലത്തുൻ, ഇത് കൊട്ടയാകുന്നു. ഇനി അടുത്ത ഭാഗം നോക്കാം. ഇതിൽ ദാലിക അല്ലെങ്കിൽ ഹാദിഹി, ഇത് വെച്ചുകൊണ്ട് ആ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഡാഷ് ജിസറുൻ, അവിടെ എഴുതേണ്ടത് ദാലിക ജിസറുൻ. അടുത്തത് നോക്കുമ്പോൾ ഡാഷ് ബിറ്റ്വീഹുൻ, അവിടെയും നമുക്ക് എഴുതാം ദാലിക ബിറ്റ്വീഹുൻ. പിന്നെയുള്ളത് ജമീലത്തുൻ ആണ്. ജമീലത്തുൻ എന്നാകുമ്പോൾ അവസാനത്തിൽ ഹാത്ത ഉണ്ടായതുകൊണ്ട് അവിടെ ഹാദിഹി ജമീലത്തുൻ. പിന്നെയുള്ളത് ബൈലത്തുൻ എന്നുള്ളതാണ്. അവിടെയും അതുപോലെ തന്നെ അവസാനം ഹാത്ത ഉണ്ടായതുകൊണ്ട് ബൈലത്തുൻ എന്ന് ഹാദിഹി ബൈലത്തുൻ എന്നാണ് പറയേണ്ടത്. അടുത്തതും ഫിറാഷത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാത്ത ഉണ്ട്. അവിടെ നമുക്ക് പറയാം ഹാദിഹി ഫിറാഷത്തുൻ. പിന്നെയുള്ളത് ഖിസ്സാഉൻ എന്നാണ്. അവിടെ ഹാത്ത അവസാനമില്ലാത്തത് കൊണ്ട് ദാലിക ഖിസ്സാഉൻ. പിന്നെയുള്ളത് മൽഫൂഫുൻ, അവിടെയും ഹാത്ത ഇല്ല. അവിടെ നമുക്ക് പറയാം ദാലിക മൽഫൂഫുൻ. പിന്നെയുള്ളത് ഖറിയത്തുൻ എന്നുള്ളതാണ്. ഖറിയത്തുൻ എന്നതിൻ്റെ അവസാനം ഹാത്ത ഉണ്ട്. അവിടെ നമുക്ക് ഹാദിഹി ഖറിയത്തുൻ എന്ന് പറയാം. പിന്നെയുള്ളത് ബബായ, അവിടെയും അവസാനം ഹാത്ത ഇല്ല. അപ്പോൾ അവിടെ ദാലിക ബബായ. അത് കഴിഞ്ഞാൽ ഹിദ് അത്തുൻ. ഹിദ് അത്തുൻ എന്നുള്ളത് അവസാനം ഹാത്ത ഉണ്ടായതുകൊണ്ട് ഹിദ് അത്തുൻ എന്നവിടെ
ഹാദിഹി ഹിദ്അത്തുൻ എന്ന് പറയാം. തബിയൂക്ക എന്നുള്ളിടത്തും ഹാദിഹി തബിയൂക്കത്തുൻ. പിന്നെയുള്ളത് ബുർത്തുക്കാലുൻ, അവിടെ അവസാനം ഹാത്ത ഇല്ല, അതുകൊണ്ട് ദാലിക ബുർത്തുക്കാലുൻ. ജുവാഫത്തുൻ, അവിടെ ഹാദിഹി ജുവാഫത്തുൻ എന്ന് വേണം പറയാൻ. തബിയൂക്ക എന്നുള്ളത് മുകളിൽ വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ ബത്വാത്വ, അവിടെ ബത്വാത്ത എന്നുള്ളിടത്ത് ദാലിക ബത്വാത്ത. സ്വഹ്റത്തുൻ എന്നുള്ളിടത്ത് ഹാദിഹി സ്വഹ്റത്തുൻ, ദാലിക ഖർഉൻ, ദാലിക കൂബുൻ. ഇങ്ങനെയാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി വരാൻ സാധ്യതയുള്ള മറ്റൊന്നാണ് അർത്ഥം എഴുതാൻ, അല്ലെങ്കിൽ അർത്ഥം തന്നിട്ടുണ്ടാകും, അവിടെ യോജിച്ച അർത്ഥത്തോട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവുക. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ബത്വാത്വ. ബത്വാത്വ എന്നതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ്, പൊട്ടാറ്റോ എന്നൊക്കെ പറയാം. അടുത്തതാണ് ലൈമൂൻ. ലൈമൂൻ എന്നതിനെ നമ്മൾ പഠിച്ചു, നാരങ്ങയാണ്. മൂന്നാമത്തത് അനാനാസുൻ. അനാനാസുൻ എന്ന് പറഞ്ഞാൽ പൈനാപ്പിളാണ്. പൈനാപ്പിളിനാണ് അനാനാസുൻ എന്ന് പറയുക. അടുത്തതാണ് മൽഫൂഫുൻ. മൽഫൂഫുൻ എന്ന് പറഞ്ഞാൽ ക്യാബേജാണ്, ക്യാബേജ്. പിന്നെയുള്ളത് ജിസറുൻ. ജിസറുൻ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്, ക്യാരറ്റ്. അടുത്തത് ഖിസ്സാഉൻ. ഖിസ്സാഉൻ എന്നാൽ കക്കരിയാണ്. അടുത്തതാണ് ഖർഉൻ. ഖർഉൻ എന്ന് പറഞ്ഞാൽ വഴുതന. വഴുതനങ്ങൾക്കാണ് ഖർഉൻ എന്ന് പറയുക. ഇങ്ങനെ ഏത് ഭാഗത്ത് നിന്നും അർത്ഥം എഴുതാൻ വരും, അല്ലെങ്കിൽ യോജിച്ചവ ചേർക്കാനെങ്കിലും വരാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്, ഇതുപോലെ അറബി മലയാളം നൽകുകയും ശേഷം അതിൻ്റെ അറബി കണ്ടെത്തുക, ഇതാണ് ചെയ്യേണ്ടത്. ഇവിടെ ചോദ്യം ഇത് കുടയാണ്. അതിന് നമ്മൾ പഠിച്ചതാണ് ഹാദിഹി ഷംസിയ്യത്തുൻ, ഇത് കുടയാകുന്നു. അടുത്ത ചോദ്യം അത് തക്കാളിയാണ്. അത് എന്നുള്ളതിന് നമ്മൾ പഠിച്ചു ദാലിക. തക്കാളിക്ക് അറബിയിൽ പറയുക ത്വമാമുൻ. അപ്പോൾ ഇവിടെ ദാലിക ത്വമാമുൻ എന്ന് പറയാം. അടുത്തതാണ് അത് തേങ്ങയാണ്. അത് തേങ്ങയാണ് എന്നതിന് ദാലിക നാറജീലുൻ. അത് തേങ്ങയാണ് എന്ന് അറബിയിലേക്കാക്കുമ്പോൾ ദാലിക നാറജീലുൻ എന്നാണ് എഴുതേണ്ടത്. ഇങ്ങനെ പല രൂപത്തിലും വരാം. ഇതിൽ പഠിച്ച ഓരോ വാക്കുകളും ഈ രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ഇതുപോലെയാണ്, കുറച്ച് അറബി പദം നൽകും, അതിൻ്റെ മലയാളം, അറബി മലയാളം നമ്മൾ എഴുതുക. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഹാദ ലുഫ്രി. അതിൻ്റെ അർത്ഥം ഇത് എൻ്റെ നഖമാകുന്നു. അവിടെ ലുഫ്രി എന്ന് നീട്ടാനുള്ള ആ യാ ഉണ്ടായത് കൊണ്ടാണ് എൻ്റെ എന്ന അർത്ഥം വന്നത്. അടുത്ത ചോദ്യം ഹാദിഹി ഷംസിയ്യത്തുൻ. ഷംസിയ്യത്തുൻ എന്ന് പറഞ്ഞാൽ കുടയാണ്. അപ്പോൾ ഹാദിഹി ഷംസിയ്യത്തുൻ, ഇത് കുടയാകുന്നു. അടുത്തതാണ് ദാലിക ബബായ. ബബായ എന്ന് പറഞ്ഞാൽ കറുമൂസ, അത് കറുമൂസയാകുന്നു എന്നാണ് അർത്ഥം വരിക. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇത് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.